നമസ്കാരം. ഗൾഫ് രാജ്യങ്ങൾ അഗ്നിക്കിരയാക്കുമെന്ന് ഇറാൻ. അമേരിക്കൻ കപ്പലുകളെ കടലിൽ മുക്കി ഇറാൻ. ഗൾഫ് രാജ്യങ്ങൾക്ക് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായിട്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കയുമായി ചേർന്ന് ഇറാന്റെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും പുറത്തുള്ള യാതൊരുവിധ ക്രമീകരണങ്ങൾക്കും മുതിരരുത് എന്നാണ് ഇറാന്റെ കടുത്ത നിർദ്ദേശം എന്ന് പറയപ്പെടുന്നത്. അമേരിക്കയുടെ കൂടെ കൂടിയാൽ കപ്പലുകൾ കടലിൽ മുക്കുമെന്നും തങ്ങളുടെ അനുവാദമില്ലാതെ ഒരു കപ്പലും ഇനി ഹോർമൂസ് കടക്കില്ല എന്നും ഇറാന്റെ താക്കീത്. ഇത്തരത്തിൽ ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാത്ത ചട്ടക്കൂടുകളുമായി വരുന്ന കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായിട്ടുള്ള യാത്ര ഉറപ്പാക്കാൻ കഴിയില്ല എന്ന് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഖാസെ ഖരീബാബാദി വ്യക്തമാക്കിയിരിക്കുന്നു. തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ തായ്വാന്റെ കണ്ടെയ്നർ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ പരസ്യമായിട്ടുള്ള പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. കപ്പൽ ഗതാഗതത്തിനുള്ള ഏതൊരു ചട്ടക്കൂടും ഇറാനുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഏകോപനത്തിലും ധാരണാപത്രത്തിലെ 5-ാം ഖണ്ഡികയിൽ വ്യവസ്ഥകളിലും അധിഷ്ഠിതമായിരിക്കണമെന്നും അല്ലാത്ത പക്ഷം കപ്പൽ ഗതാഗതത്തിനായിട്ട് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള സമാന്തര പാതകൾ പിൻവലിക്കുന്നത് അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് രാജ്യം നീങ്ങുമെന്നും ഇറാന്റെ പരിഗണനകൾക്ക് പുറത്തുള്ള ഒരു തീരുമാനവും അംഗീകരിക്കില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന്മേൽ തങ്ങൾക്കുള്ള പൂർണ്ണ നിയന്ത്രണാധികാരം ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ US-ഉം ഗൾഫ് രാഷ്ട്രങ്ങളും ഇതിനെ വളരെ ശക്തമായിട്ട് എതിർക്കുകയാണ്. ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ ഈടാക്കുവാനുള്ള ഇറാന്റെ നീക്കത്തെ അമേരിക്കയും 6 ഗൾഫ് രാജ്യങ്ങളും സംയുക്തമായിട്ടുള്ള പ്രസ്താവനകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. അപ്പോൾ ഈ പാതയിലൂടെ നിയന്ത്രണങ്ങളില്ലാത്തതും സ്വതന്ത്രവുമായിട്ടുള്ള കപ്പൽ ഗതാഗതം ഉറപ്പാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അന്താരാഷ്ട്ര കപ്പലുകൾ ഇറാൻ തടയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ അത് മേഖലയിൽ വലിയ ആഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടക്കം മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ ഇതിനിടെ ഹോർമൂസ് കടലിടുക്കിൽ തങ്ങളുടെ ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായതായിട്ട് തായ്വാൻ കമ്പനിയായിട്ടുള്ള എവർഗ്രീൻ മറൈൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇറാൻ സേന തങ്ങളുടെ കണ്ടെയ്നർ കപ്പലിന് നേരെ വെടിയുതിർത്തതായിട്ട് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒമാൻ തീരത്തിന് സമീപം നടന്ന ഈ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് കപ്പലുകളെയും ആയിരക്കണക്കിന് നാവികരെയും സുരക്ഷിതമായിട്ട് ഒഴിപ്പിക്കാനായി ഇപ്പോൾ ഈ UN കപ്പൽ ഏജൻസി തയ്യാറാക്കിയ പദ്ധതി താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ ഗണ്യമായിട്ടുള്ള കുറവുണ്ടായിട്ട് ഷിപ്പ് ട്രാക്കിംഗ് ഡാറ്റകളും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇരുവിഭാഗവും ഒരു നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതോടെ വരും ദിവസങ്ങളിൽ ഗൾഫ് മേഖലയിൽ എന്ന് പറയപ്പെടുന്നത് സൈനികമായിട്ടുള്ള നീക്കങ്ങൾ ശക്തമാകുമെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം എന്ന് പറയപ്പെടുന്നത്. അതായത് ഗൾഫ് രാജ്യങ്ങളെ അഗ്നിക്കിരയാക്കാൻ മടിക്കാത്തൊരു രാജ്യമാണ് ഇറാൻ എന്ന് പറയപ്പെടുന്നത്. അമേരിക്കൻ കപ്പലുകളെ കടലിൽ മുക്കി ഇറാൻ മുന്നോട്ട് പോകുന്നത് തന്നെ അമേരിക്കയുമായി ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു വെക്കുന്നിടത്താണത്. അതായത് അത്തരത്തിൽ അമേരിക്കയുമായി ചേർന്ന് മുന്നോട്ട് പോകുന്ന മറ്റു രാജ്യങ്ങളെ ഏത് വിധേനയും തകർക്കുമെന്നും അതിനെ അഗ്നിക്കിരയാക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള പ്രസ്താവന പറയാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയും ഭയപ്പെടണം.